ഗൈസ് ആബ്സല്യൂട്ട്ലി മൈൻഡ് ബ്ലോയിങ് ആണ് ഈ സിനിമ. ആബ്സല്യൂട്ട്ലി മൈൻഡ് ബ്ലോയിങ്. ഒരു രക്ഷയില്ലാത്ത സിനിമ ഗൈസ്. ഐ മീൻ ഈ സിനിമയെ വേണമെങ്കിൽ നിങ്ങൾക്ക് ദൃശ്യം 1, 2 ആ 2 സിനിമ ആയിട്ട് പോലും കമ്പയർ ചെയ്യാവുന്ന രീതിയിലാണ് ഇതിൻ്റെ ടോട്ടൽ മേക്ക് ഓവർ. BGM ആണെങ്കിൽ അതിൻ്റെ അപ്പുറത്ത്. നമ്മുടെ അഞ്ചാം പാതിരയിൽ ആ ഫിഡ്ജറ്റ് സ്പിന്നർ എന്ന് പറയുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ട്. അതിന് ഭയങ്കര ഒരു റിസംബ്ലൻസ് തോന്നി, ബട്ട് കോപ്പീഡ് അല്ല. എന്നാൽ എന്താ പറയുക, ഉള്ളിൽ ഒരു ഗൈസ്, ഇത് തിയേറ്റർ എക്സ്പീരിയൻസ് ഈസ് എ ബ്ലഡി മസ്റ്റ്. ഒരു വല്ലാത്ത നിഗൂഢതകൾ നിറഞ്ഞ ഒരു സിനിമ. കിഷ്കിന്ധാകാന്ഡത്തിന് ശേഷം ഈ വർഷം എനിക്ക് ഇഷ്ടപ്പെടുന്ന അടുത്ത ഒരു മെഗാ സംഭവം. ജെയ്സി ജോസ് എന്തോ ആണ് ഈ ഒരു നടൻ്റെ പേര്. ആൻഡ് നിങ്ങൾ കാണുമായിരിക്കും പല സിനിമകളിൽ നായകൻ്റെ ഇടി കൊള്ളാൻ വേണ്ടി മാത്രമായിട്ട് നിൽക്കുന്ന സൈഡ് വില്ലൻ്റെ കൂടെ ചേർന്ന് അഭിനയിക്കുന്ന കുറച്ച് ഗുണ്ടകളുടെ ലിസ്റ്റിലൊക്കെ അങ്ങനത്തെ ഒരു മുഖമാണ് ഈ കക്ഷി. അപ്പോൾ ഇങ്ങനത്തെ സിനിമകൾ കണ്ടിട്ടുണ്ടാകും. നമ്മുടെ കീരിക്കാടൻ ജോസിനൊക്കെ പോലെ ആ കക്ഷിയുടെ ടോട്ടൽ മേക്ക് ഓവർ, ലൈക്ക് ആളുടെ കരിയറിൽ ഇങ്ങനത്തെ ഒരു പൊന്ത് വലിഞ്ഞ് വരാനില്ല. അങ്ങനത്തെ ഒരു ബ്ലഡി മാസ്റ്റർ പീസാണ് ഈ ഒരു സിനിമ. ക്രൈം ത്രില്ലർ. പള്ളിക്കാടനാണ് എന്നാണ് ആ ഒരു ക്യാരക്ടറിൻ്റെ പേര്. ടോട്ടലി നിഗൂഢതകളാണ് അതിൻ്റെ ഉള്ളിൽ, തുടക്കം മുതൽ ഒടുക്കം വരെ. ആൻഡ് തുടക്കം മുതൽ അവസാനം വരെ നമ്മുടെ മനസ്സിലൊരു എന്താ പറയുക, ഒരു കൺക്ലൂഷൻ ഉണ്ടാവും. വില്ലൻ ഈ കക്ഷിയാണ്, കുറ്റം ചെയ്തത് ഈ കക്ഷിയാണ്, നായകൻ ഇവനാണ്, മെറ്റവനാണ്. ടോട്ടലി ക്ലൂലെസ് ആയിട്ടായിരിക്കും ക്ലൈമാക്സ് എത്തുമ്പോൾ നമ്മൾ നിൽക്കുക. ഓ മൈ ഗോഡ്, മൈൻഡ് ബ്ലോയിങ്. ആൻഡ് ബിബിൻ ജോർജിന് ഒരു മകൻ്റെ റോളാണെങ്കിൽ കൂട്ടിയിട്ടും ലൈക്ക് ഒരുപാട് ട്രെയിലറുകളിലും ഇതിൻ്റെ പ്രൊമോഷനുകളിലും കൂടുതൽ ഫോക്കസ് കൊടുത്തിരിക്കുന്നത് ബിബിൻ ജോർജ് ആണെങ്കിൽ ഫീൽ ചെയ്തത്. പക്ഷെ പടം കാണുമ്പോൾ ആളൊരു സൈഡിൽ നിർത്തിയിട്ട് എന്താ പറയുക, പള്ളിക്കാട എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിനോട് ഒരു പേടി, ബഹുമാനം. ലൈക്ക് ഇറ്റ്സ് ഹാർഡ് ടു സേ ലൈക്ക് ഹീസ് ദ വില്ലൻ ഓർ നോട്ട്. കാരണം ആൾ ചെയ്തു കൂട്ടിയ കാര്യങ്ങളും ആളുടെ ഒരു നേച്ചർ, പിന്നെ ആളുടെ മുഖം കാണുമ്പോൾ തന്നെ നമ്മൾ ഏകദേശം കൺക്ലൂഷനിലെത്താണ്, യെസ് ഹീസ് ദ ബാഡ് ഗൈ, അവനാണ് പൊട്ട കക്ഷി, അവനായിരിക്കണം വില്ലൻ. കാരണം പഴയ സിനിമകളിൽ നമ്മൾ ആ ഒരു മുഖം അങ്ങനത്തെ ക്യാരക്ടറായിട്ട് പരിചയിച്ചത് കൊണ്ടാകാം. സോ ടോട്ടലി മൈൻഡ് ബ്ലോയിങ്. ലൈക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു വൈ ഹി വാസ് കാസ്റ്റ് ഫോർ ദാറ്റ് ക്യാരക്ടറിന് വേണ്ടിയിട്ടുള്ളത്. ടോട്ടലി മൈൻഡ് ബ്ലോയിങ്, വളരെ ഇഷ്ടപ്പെട്ടു. എനിക്ക് വീണ്ടും കാണാൻ, ഇത്ര കഥ അറിഞ്ഞ് സ്പോയിലേഴ്സ് ആയെങ്കിൽ കൂടി എനിക്ക് വീണ്ടും കാണാൻ തോന്നുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നൗ ഇതിൻ്റെ കഥയെപ്പറ്റി എന്തെങ്കിലും പറയാൻ നിന്ന് കഴിഞ്ഞാൽ സ്പോയിലേഴ്സ് ആവും. ചെറിയൊരു മുട്ടുസൂചിയുടെ കാര്യം പോലും പറഞ്ഞാൽ പോലും സ്പോയിലേഴ്സ് ആവുന്ന ഒരു സിനിമയാണ്. ആൻഡ് നെഗറ്റിവിറ്റി എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെടാത്തൊരു കാര്യം, എന്നാൽ മറച്ചു വെക്കാൻ തോന്നുന്നില്ല എന്നാൽ തുറന്ന് പറയേണ്ട ഒരു കാര്യം, ഇതിലെ വില്ലൻ ആ ഒരു ക്യാരക്ടർ ഈസ് ലൈക്ക് ടോട്ടലി ഇഡിയോട്ടിക്. ലൈക്ക് ഒന്നും പ്ലാൻ ചെയ്യാതെ എന്താ പറയുക, ഒരു സീരിയൽ കില്ലറാണ് എന്താ പറയുക. അതിൻ്റെ ഒരു ഗുണം, അല്ലെങ്കിൽ താൻ ചെയ്യാൻ പോകുന്നൊരു കൊലപാതകമാണ്, അത് കൃത്യമായിട്ടൊന്ന് പ്ലാൻ ചെയ്യണം, അല്ലെങ്കിൽ ഒരാളൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൈക്ക് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് ഒഴിഞ്ഞു മാറാവുന്ന രീതി, അതൊന്നും ചിന്തിക്കാതെ ആൾ നല്ല കൂളായിട്ട് യെസ് ഐ എം ദ വൺ എന്നെ വന്നിട്ട് ചെയ്തു. ആ ഒരു ഭാഗമുണ്ട് ക്ലൈമാക്സ്, അതെനിക്കത് അത്ര കണ്ട് പിടിച്ചില്ല. ബട്ട് പള്ളിക്കാട്, ഐ ലവ് ഹിം, ഐ ലവ് ദറ്റ് ഗൈ. ഓ മൈ ഗോഡ്. നിങ്ങൾ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തുകൊണ്ടാണ് ഇത്രയ്ക്കും ക്യൂരിയോസിറ്റി ആയിട്ട് ഇത് സംസാരിക്കുന്നത്, ഈ ഒരു ക്യാരക്ടറിനെ കുറിച്ച് സംസാരിക്കുന്നത്. ആൻഡ് അഡ്മിറ്റ്സ് ഓഫ് ദാറ്റ് ആണ് ഈ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഈ ഒരു ട്രോൾ പേജിൽ ഇത് കണ്ടത്. ദൃശ്യം 3യുടെ സ്ക്രിപ്റ്റിംഗ് ലോക്കായിട്ടുണ്ട്. സോ അതിൻ്റെ ഇനി അടുത്ത കൊല്ലം പിറ്റത്തെ കൊല്ലമൊക്കെ പ്രതീക്ഷിക്കാം, 2025 26. സോ ലൈക്ക് ഉള്ളതാണ് എന്തോ, അങ്ങനത്തെ പോസ്റ്റ് ഞാൻ കണ്ടു. ആൻഡ് അപ്പോൾ തന്നെ അടിയിൽ ഞാൻ കമൻറ്റ് ഇട്ടു, ഐ ഹോപ്പ് പള്ളിക്കാടൻ ഡസ് എ ക്രോസ് ഓവർ ഇൻ ദാറ്റ് മൂവി. വളരെയധികം എന്തോ, ഓ മൈ ഗോഡ്, ടോട്ടലി മൈൻഡ് ബ്ലോയിങ്. അത് ആ ഒരൊറ്റ വാക്കേ ഈ സിനിമയെ കുറിച്ച് പറയാൻ, ടോട്ടലി മൈൻഡ് ബ്ലോയിങ്. ആൻഡ് ആ ഒരു ക്യാരക്ടർ പള്ളിക്കാട് കാസ്റ്റിങ്ങിന് ചൂസ് ചെയ്ത് ജെയ്സി ജോസ്, അങ്ങനെ തന്നെ കക്ഷിയുടെ പേര്, അടിപൊളി. ഐ എം സ്റ്റാർട്ട് ടു ബി ബിഗ് ഫാൻ ഓഫ് ഹിം റൈറ്റ് നൗ. സോ ഗൈസ്, ഒരൊറ്റ അഭ്യർത്ഥനയേ ഉള്ളൂ, തിയേറ്റർ എക്സ്പീരിയൻസ് ഈസ് എ ബ്ലഡി മസ്റ്റ് ഫോർ ദിസ് മൂവി.
വിട്ട് കളയരുത് ഈ സാധനം. നിങ്ങൾ OTT വന്ന് കാത്തിരുന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ യുൽ ഫീൽ ഇറ്റ്. ആ ഒരു BGM ഇതിന് നല്ല ഒരു എഫക്റ്റ് ഉണ്ട്. കിഷ്കിന്ദ കാണ്ഡത്തിൽ ക്ലൈമാക്സോട് ചേർന്ന് ആസിഫ് അലി വിജയരാഘവനെ കെട്ടിപ്പിടിക്കുന്ന ഒരു സീനുണ്ട്. ലൈക്ക് വി ഗെറ്റ് ഇമോഷണലി കരഞ്ഞു പോകും ആ ഒരു സീൻ കണ്ടിട്ട്. ആൻഡ് മോർ ഓവർ ആ സീൻ മാത്രമല്ല, അതിന് ബാക്കിൽ നമ്മുടെ സാൻസ് ഹിമറിൻ്റെ ആ ഒരു BGM ആ സൂപ്പർമാനിലോ എവിടെ സൂപ്പർമാനിലല്ല ഇൻഡർസ്റ്റെല്ലാറിൽ ഉപയോഗിച്ച ആ ഒരു BGM എക്സാക്ട് കോപ്പിയിൽ വെച്ചിട്ടുണ്ട്. കുറ്റം പറയാൻ തോന്നത്തില്ല, പക്ഷേ ആ ഒരു സീന് ആപ്റ്റായിട്ടുള്ള ഒരു BGM ആയിരുന്നു. ലൈക്ക് ഐ ക്രൈഡ് വാച്ചിങ് ദാറ്റ് സീൻ. ഈ ഒരു സിനിമയിലും ഉണ്ട് ആ ഒരു 5-ാം പാതിര, ആ ഒരു കൊലപാതകത്തിൻ്റെ ആ ഒരു സിനിമയിലുള്ള ഫിഡ്ജറ്റ് സ്പിന്നർ. അതുമായിട്ട് എന്തോ റിസംബ്ലൻസ് ചെയ്യുന്ന ഒരു തീം ഈ പള്ളിക്കാരന് ചുറ്റിപ്പറ്റിയിട്ടുള്ള BGMലുണ്ട്. ടോട്ടലി നിഗൂഢതകൾ നിറഞ്ഞ ഒരു ക്യാരക്ടർ. ടോട്ടലി ലൈക്ക് ഒരു സെക്കൻഡ് പാട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു വാൽക്കഷ്ണം വച്ചിട്ടാണ് നിർത്തുന്നത്. നോ ന്യൂസ് സെക്കൻഡ് പാർട്ട് വരുമോ ഇല്ലയോ എന്നുള്ളത്. ബട്ട് കഥ അവിടെ അവസാനിക്കുന്നില്ല, ഇനിയും ഉണ്ട് എന്ന രീതിയിലാണ് നിർത്തുന്നത്. ലൈക്ക് ഒരു ഓപ്ഷൻ വെച്ച് പോവുകയാണ്, ഇനിയും എക്സ്പ്ലോർ ചെയ്യാം. പള്ളിക്കാടൻ്റെ ആ പോലീസുകാരനുമായിട്ടുള്ള ആ ഒരു സീൻ, എന്തുകൊണ്ടാണ് പോലീസുകാരൻ പള്ളിക്കാടോട് കാണിക്കുന്ന ഒരു വിരോധം വാക്കാൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സോ സീനിക്ക് ഇതുവരെ കാണിച്ചിട്ടില്ല. സോ ഹി ഹാസ് ന്യൂമറസ് ഹേറ്റേഴ്സ്. ആ ഒരു യൂണിവേഴ്സ് എക്സ്പ്ലോർ ചെയ്യുകയാണെങ്കിൽ ഇഷ്ടം പോലെ വ്യാപിക്കാവുന്ന രീതിയിലാണ് ഡയറക്ടർ ഈ ഒരു സ്റ്റോറിനെ എടുത്തിരിക്കുന്നത്. സോ ലൈക്ക് ദിസ് ഈസ് ജസ്റ്റ് വൺ. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തത് ഈ സിനിമയെ കുറിച്ച്. ടോട്ടലി ലൈക്ക് കണ്ടതിന് ശേഷം എന്താ പറയുക, അതിൽ ഇങ്ങനെ മുഴുകിയിരിക്കാൻ എനിക്ക് തോന്നുന്നത്. ടോട്ടലി ആ ഒരു കോൺഗ്രസ് ആ കാറും ആ ഒരു പ്രാതാലയം പോലത്തെയുള്ള ആ ഒരു മന പോലത്തെ ഒരു വീടും സ്ഥലവും ടോട്ടലി മൈൻഡ് ബ്ലോയിങ്. വളരെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇവിടെ നിർത്താം. ഇല്ലെങ്കിൽ ഈ വീഡിയോയിൽ ലെന്ത് ഞാനിത് പൊളിയാണ് മച്ചാണ് എന്നൊക്കെ പറഞ്ഞ് നീണ്ടു പോകത്തേ ഉള്ളൂ. അടുത്ത പടം കാണാനുണ്ട്. സോ ഗൈസ്, അടുത്ത പടത്തിൻ്റെ റിവ്യൂ ആയിട്ട് വരാം ആസ് യൂഷ്വൽ. വേറെ പണിയൊന്നുമില്ലല്ലോ. until then stay tuned and God bless you all guys. Okay, yeah.